അപ്പോൾ ആരും മറക്കണ്ട കേട്ടോ. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബാംഗ്ലൂർ. ഹായ് മാമ. ഇപ്പം സമയം 8:39. ഹായ് മമ്മ. 2 ദിവസം അവധി കിട്ടിയതുകൊണ്ട് പെട്ടെന്നൊരു എട്ടിപ്പിടിക്കുന്നൊരു വെക്കേഷൻ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അനിയൻ്റെ അടുത്തേക്ക്, അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവാണ്. ഇപ്പോൾ അതേ പാലേക്കര ടോളെത്തി. പപ്പയും മമ്മിയും ഞാനും ചേട്ടായിയും പിള്ളേരും കൂടിയാണ് പോകുന്നത്. നമ്മുടെ വണ്ടിക്കാണ് പോകുന്നത്. നൈറ്റ് ഡ്രൈവാണ്. പപ്പയുടെ കൂടെ പോയാലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും സ്റ്റോപ്പായിരിക്കും. ഒരു 1.5 മണിക്കൂർ കൂടുമ്പോൾ പപ്പ വണ്ടി നിർത്തും, ഞങ്ങൾക്ക് ചായ മേടിച്ച് തരും, കടികൾ മേടിച്ച് തരും. എനിക്ക് നൈറ്റ് ഡ്രൈവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തുക, ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, സ്നാക്സ് അടിക്കുക. നല്ല രസമല്ലേ. പപ്പയും മമ്മിയും ചേട്ടായും കൂടി ഇത് ഇറങ്ങിപ്പോയി മേടിക്കാനായിട്ട്. ഞാൻ വണ്ടി തന്നെ ഇരുന്നു. കാരണം ബേബി കണ്ടോ, ഒരു കുഞ്ഞു ബേബി എൻ്റെ മേത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. അതാ നോക്കൂ, എൻ്റെ കാപ്പിയുമായി ചേട്ടായി വരുന്നു. രാത്രി മുഴുവൻ വണ്ടി ഓടിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ആരും വണ്ടിയിലിരുന്ന് ഉറങ്ങില്ല. കാരണം ഞങ്ങൾ ഉറങ്ങിയ ചേട്ടായിക്ക് ഉറക്കം വരുമെന്ന് പേടിയാ. അതുകൊണ്ട് ഞങ്ങൾ ആരും ഉറങ്ങൂല. ചായ സൂപ്പറാ. വണ്ടി ആടണം. എൻ്റെ കൈ ഇങ്ങനെ ശരിക്കും നല്ല സ്ട്രെയിറ്റ് റോഡും തിരക്കും കുറവായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി ഒരു 100-120 വിടാം. ആ റേഞ്ചിൽ വിട്ടാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു 6-7 മണിക്കൂറും കൊണ്ട് ബാംഗ്ലൂർ ചെല്ലാൻ പറ്റും. യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കുറിക്കാൻ ഇതാണ് ലിറ്റിൽ ഹാർട്ട്സ്. ഞാൻ പതുക്കെ ഇങ്ങനെ ഉറങ്ങാനുള്ളൊരു മട്ടായിട്ടോ. കണ്ണടച്ചത് മാത്രമേ ഞാൻ ഓർക്കണുള്ളൂ. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും ബാംഗ്ലൂർ എത്തി. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്നല്ലേ നമ്മുടെ ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. ഇപ്പം അങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സൊന്നും കാണാനില്ല. മേ ബി നമ്മൾ പോയ സീസണിൻ്റെ ആയിരിക്കാം. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിറ്റിയാണ് ബാംഗ്ലൂർ. ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ ഒരു ഭാഗത്താണ് അവൻ്റെ ബേസിലിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മത്തി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്തതാണ്. ഹായ് ഗായ്സ്, ഇതാണ് മത്തി. ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു, ഒന്ന് ഫ്രഷായി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാംഗ്ലൂർ IKEA കാണാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. IKEA എന്ന് പറഞ്ഞൊരു ഹ്യൂജ് ഫർണിച്ചർ മാളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു അടിപൊളി സ്ഥലമാണത്. നമ്മുടെ ഡെക്കാത്തലണൊക്കെ അല്ലേ സ്പോർട്സിൻ്റെ ഒരു കേന്ദ്രം പോലെ, അതുപോലെ ഫർണിച്ചറിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മുടെ IKEA. അത് ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളിലുള്ളൂ. ബാംഗ്ലൂർ, ഹൈദരാബാദ് പോലുള്ള മെയിൻ സെൻട്രൽ സിറ്റീസിലാണ്. പക്ഷെ ഒരു അടിപൊളി സ്ഥലമാണ്. എവിടെ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ലുക്ക്? കൊള്ളാമോ? രാവിലെ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലോക്കില്ലാണ്ട് ബാംഗ്ലൂർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ. ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ബാംഗ്ലൂർ പറഞ്ഞേ. ബാംഗ്ലൂർ പറ. അയ്യോ, ഞങ്ങൾക്ക് പറയാൻ അറിയില്ല. ഞങ്ങൾ അപ്പൊ തന്നെ ഡ്രോപ്പ് ചെയ്യും. കാരണം പറഞ്ഞു ബാംഗ്ലൂർ.
ഒരാളെ എൻ്റെ കണ്ണടയൊക്കെ വെച്ചോണ്ടിരിക്കുക കണ്ടോ. അപ്പോൾ ഐക്യ എന്ന് പറഞ്ഞാൽ ഒരു സ്വീഡിഷ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അത് റെഡി ടു അസംബിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ്, മോഡേൺ ഫർണിച്ചേഴ്സ്, അതുപോലെ ഹോം ഡെക്കറേഷൻസ്, അങ്ങനെയുള്ള ഫർണിച്ചർ റിലേറ്റഡ് ഹോം ഇൻറ്റീരിയർ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വിൽക്കുന്ന ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു കടയാണ് നമ്മുടെ ഐക്യ. അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീടൊക്കെ പണിയുന്നവർക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ വീട്ടാവശ്യത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റീസണബിളായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പോകാൻ പറ്റും. ഇന്ത്യയിൽ നിലവിൽ 3 സിറ്റീസിലാണ് ഇതുള്ളൂ: ബാംഗ്ലൂർ, ഹൈദരാബാദ് ആൻഡ് മുംബൈ. വന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കോർട്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിൽ വന്നേക്കുവാണ്. ഇത് ഭയങ്കര മാസീവായിട്ടുള്ള ഫുഡ് കോർട്ടാണ് ഇവിടെ. സ്വീഡിഷ് ഐറ്റംസ്, വെസ്റ്റേൺ ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇവിടെ അവൈലബിൾ, നമ്മുടെ ഇന്ത്യൻ ഫുഡിനേക്കാളും. കണ്ടോ അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് ഹെജ് മീൻസ് ഹെലോ ഇൻ സ്വീഡിഷ്. നമുക്കിങ്ങനെ ട്രേയുമായിട്ട് ആ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാം, ട്രോളിയിൽ. നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നമുക്ക് എടുത്ത് ട്രേയിലേക്ക് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് അത് ബില്ല് ചെയ്ത് നമുക്ക് നമ്മുടെ ടേബിളിൽ പോയി കഴിക്കാൻ പറ്റും. നമ്മൾ തള്ളിച്ചു നമ്മൾ ഏകദേശം നല്ലോണം ഫുഡ് ഐറ്റംസ് എടുത്തായിരുന്നു. പക്ഷേ എന്നിട്ട് ഏകദേശം ഒരു 2000 അത്രയും ബില്ലാണ് വന്നുള്ളൂ. പക്ഷേ നമ്മൾ ഒത്തിരി എണ്ണം എടുത്തായിരുന്നു. ഇത് ഞാനിപ്പോൾ കഴിക്കുന്നതാണ് സ്മോക്ക്ഡ് സാൽമൺ എന്ന് പറയും. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. ശരിക്കും ഒത്തിരി വേവിച്ചിട്ടില്ല, അത് പച്ച മീനും തന്നെ തുല്യമാണത്. ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുള്ളൂ. നല്ല പുളിയൊക്കെ ആയിട്ട്. സാൽമൺ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷാണ്, നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. ഇതൊക്കെ അവിടുത്തെ ഹോം ഡെക്കർ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മുടെ ഒരു റിയൽ പ്ലാന്റിൻ്റെ അതുപോലെ തന്നെ അതിരിക്കുന്നത്. ഞാനത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മൾ ഈ ട്രോളി എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ. ശരിക്കും അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാ സാധനങ്ങളും അവിടെ കണ്ടത്. ഞാൻ കാണിച്ചു തരാം ഓരോന്നും. ഈ ടർക്കിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, അങ്ങനെ ആപ്പയൊന്നും അല്ല, നല്ല ക്വാളിറ്റിയുള്ള നല്ല ചോയ്സ് സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയായിരുന്നു. ആക്ച്വലി 4 സെറ്റ് സ്പൂണുണ്ട്. 4 സ്പൂണുണ്ട്. അതിന് 19 രൂപയാണ്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. കണ്ണനിതൊക്കെ കണ്ടിട്ട് എല്ലാം കൂടി വാരി പെറുക്കാനുള്ള ഒരു ത്വരയായിരുന്നു. എല്ലാം മേടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇത് കണ്ടോ, നമ്മുടെ ഇപ്പോൾ വീടുകളിലുള്ള ബെഡ്റൂംസ്, ലിവിങ് റൂം, അല്ലെങ്കിൽ ഓഫീസ് സ്പേസ്, കിച്ചൺ, അതൊക്കെ ഇവരിങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ ഇത് അതേപടി അങ്ങ് മേടിച്ചുകൊണ്ട് പോവാം. അപ്പം നമുക്ക് കണ്ടിട്ട് അത് അതേപടി നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്താൽ മതി. ഇപ്പം നമുക്കൊരു ബേസിക് ഐഡിയയും കിട്ടും എങ്ങനെ നമ്മുടെ ഇൻറ്റീരിയർ വരും എന്നൊക്കെയുള്ളത്.
എനിക്ക് ആക്ച്വലി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിപ്പോൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ഏരിയ ആണ്. സർപ്രൈസ്ഡ് ആവാൻ റെഡി ആയിക്കോട്ടോ. എൻ്റെ അമ്മോ, ഇത് കണ്ട ഭയങ്കര വലിയൊരു ഗോഡൗൺ പോലെയാണ് കേട്ടോ സാധനങ്ങൾ. ശരിക്കും പ്രൈസ് ഓഫ് കോഴ്സ് ചീപ്പാണ്, അഫോർഡബിൾ ആണ്. പക്ഷെ അതിനേക്കാൾ ഉപരി വൈഡ് വെറൈറ്റി സെലക്ഷൻ ഉണ്ട് ഇവിടെ. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഇവിടെ ഓടിക്കേ. നമ്മൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഷോപ്പിംഗ് ഒക്കെ വൈൻഡപ്പ് ചെയ്ത് പതുക്കെ ബില്ല് ചെയ്യാന്നുള്ള അതിലേക്ക് വന്നു. കാരണം നമ്മളവിടെ നിൽക്കണോടത്തോളം സമയം നമുക്ക് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കാനുള്ള ടെംപ്റ്റേഷൻ കൂടും. കാരണം അവിടെ കാണുമ്പോൾ നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴേക്കും സന്ധ്യയായി. ഞങ്ങൾ ചുമ്മാ ടെറസിലൊക്കെ പോയിരുന്ന് സൺസെറ്റൊക്കെ കണ്ടു. അത് ഞാൻ റെഡിയായി, കുളിച്ചൊക്കെ റെഡിയായി കഴിഞ്ഞ് നമ്മളൊന്ന് പബ്ബിൽ പോകാമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ ചെന്ന് ആരെങ്കിലും പബ്ബ് മിസ് ചെയ്യുമോ? അപ്പം നമുക്ക് എന്തായാലും പബ്ബിൽ പോകണ്ടേ. അങ്ങനെ ഞാനും കണ്ണും ചേട്ടായിയും ബേസിലും കൂടിയാണ് ഇറങ്ങിയത്. ഓയ്യ എന്നുള്ള പബ്ബിലാണ് നമ്മൾ പോയത്. അത് പബ്ബ് മാത്രമല്ല, അതൊരു ഗ്രീക്ക് ഒരു സാൻഡ്രിനി മോഡലിലുള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. കഫേ കം റെസ്റ്റോറൻറ്റ് ടൈപ്പാണ്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. അത് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. കാരണം അപ്പം നമുക്ക് സീറ്റൊക്കെ നമ്മൾ പ്രയറായിട്ട് ബുക്ക് ചെയ്ത് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ആൾക്കാർ ഈവനിങ് ടൈമിലൊക്കെ അവിടെ വിസിറ്റിന് വരും. എസ്പെഷ്യലി പിറ്റേ ദിവസം ഹോളിഡേയും കൂടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ഇത്രയും തിരക്കുണ്ടായിരുന്നേന്ന് തോന്നുന്നു. നല്ല ഫുഡ് ആൻഡ് ബിവറേജസ് അവിടെ കിട്ടും. നമ്മൾ ചെറുതായിട്ടൊക്കെ ട്രൈ ചെയ്തോളൂ. കാരണം അത്യാവശ്യം വയറൊക്കെ ഫുള്ളായിരുന്നെങ്കിലും നമ്മൾ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്യാനായിട്ട്. നല്ലൊരു ആംബിയൻസ് ആണ് അടുത്ത മറ്റൊരു ഹൈലൈറ്റ്. ആദ്യം പറഞ്ഞതുപോലെ ഒരു ഗ്രീക്ക് സാൻഡ്രോമി ഫീലൊക്കെ ഉണ്ട് അവിടെ നിൽക്കുന്നത്. കണ്ണ ഇഷ്ടായ എന്നാ അത് പിടിച്ചോ. കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി അവിടെ കുറച്ച് ഫോട്ടോ സ്പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതിക്കിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി നമ്മൾ അതിക്കിടെയൊക്കെ നടന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ പതുക്കെ അവിടെ ഒരു സ്ട്രീം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. സോ ദാറ്റ് ഈസ് ദാറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം ബാംഗ്ലൂരിലൊരു ദിവസം അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയിട്ട് ഇനി ഒന്ന് കിടന്നുറങ്ങണം. തലേദിവസം മുഴുവൻ നമ്മൾ ഉറങ്ങാണ്ടിരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.